ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മണ്ഡപത്തിലേക്ക് ശിവാനന്ദൻ തെളിവുകളുമായി വന്നിട്ടും ജീവന്റെ ബുദ്ധിക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒടുവിൽ രഘു ഇടപെടുകയാണ്. രഘു ശിവാനന്ദനെ ശകാരിക്കുന്നുണ്ട്. സാറയുടെ ഈ അവസ്ഥയിൽ എൻ്റെ മകൻ ചെയ്ത് തന്നെയാണ് ശരി. ഇനി ഒരക്ഷരം അച്ഛനും മക്കളും സംസാരിച്ചു പോകരുത്. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഇവിടുന്ന്. ഇത് കേട്ട് നിത്യയുടെ അച്ഛൻ പറയുന്നു, ശിവാനന്ദ, എത്ര ഗതികെട്ടാലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നാലും നിന്റെ അടുത്ത് വരാതെ ശ്രദ്ധിച്ചോളാം ഞാൻ. ഇനിയും എൻ്റെ മോളെയും വെറുതെ വിട്ടേക്കടാ. നിന്റെ മനോബലമൊന്നും എനിക്കില്ല, ഞാനൊരു പാവാടാ. ശ്രുതി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നു, മതി മോളെ, നീ നിന്റെ ചേച്ചിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇപ്പോൾ നിന്റെ ഉദ്ദേശം തെറ്റാണെന്ന് മനസ്സിലായോ? ആ നിമിഷം നീ എൻ്റെ മനസ്സിൽ നിന്നും പടിയിറങ്ങാൻ തുടങ്ങി. അച്ഛനെയും ഏട്ടനെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. നിത്യ പറയുന്നു, ചെറിയച്ച, എന്നെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെ ഇനിയും അപമാനിക്കരുത്. ചെറിയച്ചൻ വേണമെങ്കിൽ എൻ്റെ കഴുത്ത് ഞെരിച്ച് എന്നെ അങ്ങ് കൊന്നേക്ക്, അപ്പം തീരുമല്ലോ നിങ്ങളുടെ വൈരാഗ്യം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? സ്നേഹിക്കാൻ വന്നിരിക്കുന്നു എല്ലാവരും കൂടി എന്ന് കരഞ്ഞുകൊണ്ട് നിത്യ അവരോട് പറയുന്നുണ്ട്. ഒന്ന് ഇറങ്ങിപ്പോ എന്ന് ഒന്നുകൂടി ദേഷ്യത്തോടെ പറയുകയാണ് നിത്യ അവരോട്. ഒന്നും ചെയ്യാനാകാതെ ശിവാനന്ദൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ശരവണനെ ഒന്ന് നോക്കുന്നുണ്ട്. ശരവണനും ദേഷ്യത്തോടെ ശിവാനന്ദനെ ഒന്ന് നോക്കി. അങ്ങനെ ശിവാനന്ദനും മക്കളും അവിടെ നിന്ന് പോയി. പിറകെ തന്നെ സാറയും ക്യാദറിനും പോകുന്നു. എല്ലാവരും പോയ ശേഷം നിത്യയുടെ അച്ഛൻ രഘുവിനോടും സുജാതയോടും പറയുന്നുണ്ട്, രഘു, സുജാതെ, ഒരു വിവാഹമാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അഭിമാനത്തിലെങ്കിലും ഇരു കൂട്ടരും തുല്യമായിരിക്കണം. ഇപ്പോൾ വന്ന് മടങ്ങിപ്പോയത് എൻ്റെ കുടുംബക്കാരാണ്. അവർ കാരണം നിങ്ങൾക്ക് സംഭവിച്ച മാനക്കേടിന് ഞാനും മോളും നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാനും എൻ്റെ മോളും എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയിക്കോളാം. ഇരിക്കട്ടെ, സുജാത പറയുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിരുന്നെങ്കിൽ എത്രയോ മുമ്പ് അത് എടുക്കാമായിരുന്നോ? എന്ത് തടസ്സം വന്നാലും നിത്യമോളെ എൻ്റെ മകൻ്റെ ഭാര്യയാകുമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? വന്നവർ അവരുടെ ഉദ്ദേശം കഴിഞ്ഞു മടങ്ങി. ഈ വിവാഹം നടക്കും, ഒരു മാറ്റവുമില്ലാതെ നടക്കും. ശേഷം രഘു വന്നിരിക്കുന്ന ആ നാട്ടുകാരോടും ബന്ധുക്കളോടും പറയുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ സംഭവിച്ചു പോയി. ഐ എം റിയലി സോറി. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ചില നേരത്ത് അത് നമ്മളെ വല്ലാണ്ട് പേടിപ്പിക്കും, ചില നേരത്ത് തടസ്സങ്ങൾ ഉണ്ടാകും. അത് മറികടക്കുന്നത് ജയമല്ലേ? ജീവൻ പറയുന്നു, അച്ഛാ, എൻ്റെ മനസ്സിൽ നിത്യ എൻ്റെ സ്വന്തമായതാണ്. ഞങ്ങളെ വേർപിരിക്കാൻ ആർക്കും ആവില്ല. അത് കേട്ട് നിത്യ സന്തോഷത്തോടെ നിൽക്കുന്നു. നിത്യയുടെ അച്ഛനും, എന്നാ പിന്നെ നമുക്ക് ചടങ്ങുകൾ നടത്താമെന്ന് സുജാതയും പറയുന്നുണ്ട്. എന്നാൽ നളിനിക്കും ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിത്യയുടെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റുകയാണ് സുജാത. ജീവനും മണ്ഡപത്തിലേക്ക് കയറി നിത്യയുടെ അരികിലായിട്ടിരിക്കുന്നു. വാദ്യാഘോഷങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. ഇതേ സമയം ഹരിയുടെ കയ്യിൽ താലി ഇരിക്കുകയാണ്. ഹരി വീണയുടെ കഴുത്തിൽ താലി ചേർത്താൻ തുടങ്ങുന്നു. താലി യഥാർത്ഥത്തിൽ പരസ്പരം മാറിപ്പോയിരിക്കുകയാണ്. ജീവനും താലിയെടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ ഹരി വീണയുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്നു. വീണയ്ക്കും താല്പര്യമൊന്നുമില്ല. അങ്ങനെ ജീവൻ നിത്യയുടെ കഴുത്തിൽ താലി ചാർത്തി. അവിടുത്തെ മേളം കേട്ടപ്പോൾ തന്നെ ഹരിക്ക് കാര്യം മനസ്സിലായി. ഒരു വിഷമത്തോടെ തന്നെ നിത്യയെക്കുറിച്ച് ഓർക്കുകയാണ് ഹരി. നിത്യയുമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ഇപ്പോൾ ഹരി ഓർക്കുന്നു. ഇപ്പോൾ നിത്യ ഒരാളുടെ ഭാര്യയാണ്. ഹരി മറ്റൊരാളുടെയും ആവാൻ പോകുന്നു. സങ്കടത്തോടെ ഹരി വീണയുടെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങനെ വീണയുടെ കഴുത്തിൽ ഹരിയും താലി ചാർത്തി. ജീവൻ നിത്യയോട് പറയുന്നു, എല്ലാ തടസ്സങ്ങളും നീങ്ങി ഇനി നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. താലി കെട്ടുന്നതിനിടയ്ക്ക് ഹരിയോട് വീണ പറയുന്നു, ഈ താലി എനിക്കൊരു ഭാരമാണ്. ഒരിക്കലും നിങ്ങളെ ഭർത്താവായിട്ട് ഞാൻ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ താലി ഫുള്ളായിട്ട് ഹരി കെട്ടിയതുമില്ല. ജീവൻ നിത്യയുടെ തിരുനെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നു. സന്തോഷത്തിലാണ് സുജാതയും രഘുവും പിന്നെ നിത്യയുടെ അച്ഛനും ഒക്കെ. ഹരിയും വീണയ്ക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുന്നുണ്ട്. തുടർന്ന് പരസ്പരം മാല ചാർത്തുകയാണ് നിത്യയും ജീവനും. ഹരിയും വീണയും തമ്മിലും മാല ചാർത്തുന്നു. അച്ഛൻ മണ്ഡപത്തിലേക്ക് കയറി വന്ന നിത്യയുടെയും ജീവന്റെയും കൈ പിടിച്ചു കൊടുത്തു. ഹരി ഇതേ സമയം വീണയുടെ കൈ പിടിച്ചു കൊണ്ടുവരുന്നു. നിത്യയും ജീവനും നിത്യയുടെ അച്ഛൻ്റെയും പിന്നെ രഘുവിൻ്റെയും സുജാതയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. മനസ്സ് നിറഞ്ഞ് 3 പേരും ജീവനെയും നിത്യയും അനുഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി നിൽക്കുന്നത് സുജാത തന്നെയാണ്. ഇതേ സമയം ഹരി അമ്മാവൻ്റെയും അനുഗ്രഹം വാങ്ങിക്കുന്നു. വീണയാണെങ്കിൽ അതിനുപോലും മുതിരാതെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിൽക്കുന്നു. ഹരി ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ വീണ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവിടെ. സുജാതയുടെ അരികിലേക്ക് ഒരു ബന്ധു വന്ന് പറയുന്നുണ്ട്, എന്താ സുജാതെ, ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ വീട്ടിലേക്ക് പോകുന്നതെന്ന്. എന്നാൽ അതിന് സമയമില്ല, മുഹൂർത്തത്തിന് വീട്ടിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് സുജാത പറയുന്നുണ്ട്. അങ്ങനെ ജീവനും നിത്യയും പുറത്തേക്ക് വന്നു.
അച്ഛനെ ഓർത്ത് സങ്കടപ്പെടുകയാണ് നിത്യ. അച്ഛൻ നിത്യയോട് പറയുന്നു, കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കുട്ടി, സന്തോഷത്തോടെ ജീവിക്കണം. സുജാത നിത്യയെ കാറിലേക്ക് കയറ്റുന്നു. ജീവനും കാറിലേക്ക് വന്ന് കയറി അവർ അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് നിത്യ ഒന്നുകൂടി കാറിൽ നിന്നും ഇറങ്ങി അച്ഛന്റെ അരികിലേക്ക് വരുന്നു. കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അരികിലേക്ക് ഓടി വരികയാണ് നിത്യ. അച്ഛാ, എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല അച്ഛാ, അച്ഛനെ തനിച്ചാക്കി എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ പോണെങ്കിൽ അച്ഛനും കൂടെ വരണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നു, എന്താ മോളെ ഈ പറയുന്നത്, അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടോ? മുഹൂർത്തം തെറ്റിക്കേണ്ട എന്റെ മോള്, ചെല്ല് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മോളെ പറഞ്ഞുവിടാൻ ശ്രമിച്ചപ്പോൾ നിത്യ പറയുന്നുണ്ട്, ഇല്ല, അച്ഛൻ തനിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും ആ നിൽക്കുന്നവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്റെ മോള് വാക്ക് പാലിക്കണ്ടേ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സുജാതയും രഘുവും ജീവനും ഒക്കെ നിത്യയുടെ അരികിലേക്ക് വന്നു. നിത്യയെ സമാധാനിപ്പിക്കുകയാണവർ. എന്താ മോളെ ഇത്, വീട്ടിലേക്ക് കയറാനുള്ള മുഹൂർത്തം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയിക്കോളൂ, അതിലൊന്നും വിഷമമില്ല മോളെ, അച്ഛൻ തനിച്ചാവില്ല. അമ്മയും അച്ഛനും പറഞ്ഞിട്ടില്ലേ എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടാവൂന്ന്? അത് മനസ്സ് തട്ടി തന്നെ പറഞ്ഞതാണ്. അച്ഛൻ നിത്യയെ പറഞ്ഞയക്കുന്നു. കരഞ്ഞുകൊണ്ട് നിത്യ പോകുമ്പോൾ സുജാത നിത്യയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സദാനന്ദനും വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ രഘു സദാനന്ദന്റെ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിക്കുന്നു. ഇല്ല, സന്തോഷം കൊണ്ടാണെന്ന് സദാനന്ദൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹരി വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. കാറിലേക്ക് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ നിത്യ കയറുന്നത് കാണുകയാണ് ഹരി. സങ്കടത്തോടെ ഹരി നിത്യയെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.